എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തട്ടിപ്പുകൾ പല വിധത്തിലാണ്. തട്ടിപ്പുകൾ ഇന്നത്തെ കാലത്ത് സുലഭമാണ്. അതുകൊണ്ട് തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങട്ടെ. ഇന്ന് ഞാൻ കണ്ട പുതിയൊരു തട്ടിപ്പ് ഇന്നല്ല 3-4 ദിവസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം അതെന്താണെന്ന് കേട്ടു നോക്കാം, അതിനുശേഷം കാര്യങ്ങൾ പറയാം. എല്ലാവരോടും ഉള്ള ഒരു അഭ്യർത്ഥനയാണ്. കേന്ദ്ര സർക്കാരിന്റെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പുതിയ ഇതെടുത്തു തുടങ്ങി. അതായത് ആരോഗ്യ സ്കീമാണ്. 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളെല്ലാം സ്റ്റാർ ഹെൽത്ത് ഒക്കെ 25,000 രൂപ കൊടുത്ത് മേടിച്ചു വെക്കുന്ന സാധനം 5 പൈസ കൊടുക്കാതെ കയ്യിൽ കിട്ടും. അടുത്തുള്ള അക്ഷയ സെന്റർ വഴി ആണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പൊ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 50 രൂപ അവരുടെ സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ അക്ഷയ സെന്ററിന്റെ. അപ്പം വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരെണ്ണം, അതുപോലെ തന്നെ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ, അതിലേക്കാണ് OTP വരുന്നത്. അത് കൂടാതെ റേഷൻ കാർഡ്. ഒരു റേഷൻ കാർഡിൽ 5 പേരുണ്ട്. ഈ 5 പേരുടെ ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് ചെന്നാൽ മതി. അവർ കാർഡാക്കി ഓരോ കാർഡിനും 5 ലക്ഷം രൂപ വെച്ചുണ്ട്. ഓരോ കാർഡിനും 5 ലക്ഷം രൂപ വെച്ച് ചികിത്സ ലഭിക്കും. എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും ഇതിന്റെ ചികിത്സ പേപ്പർലെസ് ആണ്. ഈ കാർഡ് മാത്രം കാണിച്ചാൽ മതി. അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഈ മാസം മാത്രമേ ഉള്ളൂന്നാണ് തോന്നുന്നത്. ഈ മാസം തുടങ്ങി 1-ാം തീയതി തൊട്ടാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ജസ്റ്റ് 50 രൂപ മാത്രം. 50 രൂപയ്ക്ക് നമുക്ക് 5 ലക്ഷം രൂപയുടെ സംഭവമാണ്. ഒരു കാർഡായിട്ട് തന്നെ നമ്മുടെ കൈ കിട്ടും. ഈ കാർഡ് മാത്രം കാണിച്ചാൽ മതി ഹോസ്പിറ്റലുകളിൽ. വേറെ സംവിധാനമൊന്നുമില്ല. അതിപ്പോൾ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ. അപ്പോൾ കേട്ടല്ലോ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ തട്ടിപ്പുകളെ കുറിച്ച്. ഇലക്ഷന് മുമ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ തട്ടിപ്പുകൾ വാട്സപ്പ് വഴി ഇതേപോലെ ബ്ലണ്ടറുകൾ പറയുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെ ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് കണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അക്ഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം നിലവിൽ ഇതുവരെ വന്നിട്ടില്ല, നമുക്കാർക്കും അതിനെക്കുറിച്ച് ഒരറിവുമില്ല, പിന്നെ ഇതെങ്ങനെയാണ് പ്രചരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏകദേശം 8ഓളം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവമായിട്ട് 8ഓളം ആൾക്കാർ ആ അക്ഷയയിൽ വന്നിട്ടുണ്ടായിരുന്നു, അക്ഷയ സെൻറ്ററിൽ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മോദി ആരാധകർ അമ്പലം പണിതത് അറിയാലോ, അതുപോലെ പല തരത്തിൽ മോദീനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർക്ക് കിട്ടുന്നതെന്നുള്ളത് ഇവരോട് രഹസ്യമായി ചോദിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ട് എന്ത് ഇതാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു വൻ തട്ടിപ്പാണ്. നിങ്ങളുടെ സംഭവമായിട്ട് നിങ്ങളുടെ എല്ലാത്തരം രേഖകളുമാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് പോയിട്ട് ഈ സംഭവങ്ങൾ വല്ല സ്ഥലത്തും കൊടുത്തിട്ട് ഇങ്ങനെ ഇൻഷുറൻസ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്ന കാലമാണ്. അപ്പോൾ ഇതുപോലെ സർക്കാരിൻ്റെ പേരിലും തട്ടിപ്പുകൾ നടക്കുവാണ്. ഇത് മോദി അറിയുന്നതിനുണ്ടോ എന്നുള്ളത് അറിയില്ല. മോദിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മോദിൻ്റെ ആൾക്കാർ, BJPയുടെ വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പല തരത്തിൽ ഓരോരോ മെസ്സേജുകൾ ഉണ്ടാക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരുവിധ വസ്തുതയുമില്ല. നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയാൽ നാണം കെട്ട് പണ്ടാരടങ്ങുന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ID കാർഡും നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും നിങ്ങൾ ആർക്കും കൈമാറാതിരിക്കുക. പലതരത്തിലും ഫോട്ടോ വേണം. ഇന്നത്തെ ആധാർ കാർഡിലൊക്കെ ഫോട്ടോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെതും കയ്യിൻ്റെതും ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള രേഖകൾ നിങ്ങൾ പല സ്ഥലത്തും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 5 റുപ്യങ്ങാറ്റ് അക്കൗണ്ടിലുണ്ട്, അതുവരെ അടിച്ചു മാറ്റുമായിട്ട്. അങ്ങനെയുള്ള ടീമുകളാണ് മോദി ആരാധകന്മാരായിട്ട് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. BJPൻ്റെ പ്രചാരകന്മാരെന്ന് സ്വയം പേരുകൾ എടുത്തു വെച്ചിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെ പോലുള്ളവർ വൻ തട്ടിപ്പുകാരാണ്, ശ്രദ്ധിക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.